this is Soumya. Welcome back to my YouTube channel. എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഒരു ഓണം മേക്കപ്പ് ലുക്കാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോണതിന് മുന്നേ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഡിസ്ക്ലെയിമർ പറയാണ് പിള്ളേരെ, എനിക്ക് മേക്കപ്പിനെ കുറിച്ച് ഒരു അറിവില്ല. ഞാൻ ചെയ്ത് പഠിച്ചതും കണ്ട് പഠിച്ചതും പിന്നെ കേട്ടറിവുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് പരീക്ഷിക്കുന്നു എൻ്റേതായ രീതിയിൽ, അത്രേ ഉള്ളൂ കേട്ടോ. സോ എല്ലാവരും പറയുന്ന പോലെ തന്നെ മേക്കപ്പ് തുടങ്ങുന്നതിന് മുന്നേ ഫസ്റ്റ് സ്കിൻ കെയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, സ്കിൻ കെയർ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ. മോർണിംഗും നൈറ്റ് കിടക്കുന്നതിന് മുന്നും സ്കിൻ കെയർ എന്തായാലും ചെയ്യുക. യു വിൽ സീ ബെറ്റർ റിസൾട്ട്സ്. ഗ്രാജുവലി മാത്രമേ ആ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ എൻ്റെ സ്കിൻ കെയർ സിറം അപ്ലൈ ചെയ്തു. സിറം വന്നിട്ട് ലോറിയലിൻ്റെ റീപ്ലംബിംഗ് സിറം ഇല്ലേ, ഹൈലറോണിക് ആസിഡിൻ്റെ, അതാണ്. അതിൻ്റെ സെയിം വേരിയൻറ്റിലുള്ള മോയ്സ്ചറൈസറുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സൺസ്ക്രീൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വെദർ യു ആർ ഗോയിങ് ഔട്ട് ഓർ നോട്ട്, സൺസ്ക്രീൻ എന്തായാലും ഇടുക. അതും 50++ SPF ഉള്ളത് ഇടാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പോൾ സൺസ്ക്രീൻ എന്തായാലും ഇടണം കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്ത് നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിലും കഴുത്തിലും അപ്ലൈ ചെയ്യണം. കഴുത്തിലും ചെവിയും മറക്കരുത്. SPF ആയിക്കോട്ടെ, മോയ്സ്ചറൈസർ ആയിക്കോട്ടെ, ഇപ്പോൾ ഫൗണ്ടേഷൻ ആയിക്കോട്ടെ, എന്താണെങ്കിലും മുഖത്തിടുന്ന അതേ കഴുത്തിലും കാതിലും ഇടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ലിപ്പ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് വാസ്ലിൻ്റെ ഒരു ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ മേക്കപ്പ് ചെയ്ത് പഠിച്ചൊരു കാര്യമാണ്, എനിക്ക് ഐ ഷാഡോ ഇടുമ്പോൾ ഞാനിപ്പോൾ ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫോൾ ഔട്ട്സ് വരും. അപ്പോൾ അത് റിമൂവ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ആദ്യം എൻ്റെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യും. ഫുള്ളായിട്ടല്ല, ജസ്റ്റ് ഐ ഷാഡോ മാത്രം ഞാൻ ഇട്ട് വയ്ക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് എൻ്റെ ബേസ് സെറ്റ് ചെയ്യും. ഒരു കൺസീലർ വെച്ചിട്ട്, ഇത് കെ ബ്യൂട്ടിയുടെ ലിക്വിഡ് കൺസീലറാണ്, അത് വെച്ചിട്ട് ഞാൻ ബേസ് സെറ്റ് ചെയ്യും. എന്നിട്ട് അതൊന്ന് അവിടെ ഇരിക്കാനായിട്ട് ഞാൻ ഈ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഒരു ന്യൂട്രൽ സ്കിൻ ടോണിലുള്ള ഒരു ഐ ഷാഡോ ഫസ്റ്റ് യൂസ് ചെയ്ത് അതൊന്ന് സെറ്റിൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സിന് മാച്ചായിട്ട് ഈ ഒരു മെറൂൺ അല്ലേ ഡ്രസ്സിൻ്റെ ഷെയ്ഡ്, ഒരു മെറൂൺ ഷെയ്ഡാണല്ലോ, അപ്പോൾ അതിന് മാച്ചായിട്ട് ആ ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡ്, റെഡ് അല്ല മെറൂൺ അല്ല പിങ്ക് അല്ലാത്തൊരു ഷെയ്ഡാണ് എടുത്തിട്ട് ഞാൻ ഫസ്റ്റ് ബേസ് ആയിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ മേലെ ഒരു പിങ്ക് കളർ ഗ്ലിറ്ററും കൊടുക്കുന്നുണ്ട്. അത് സിമ്പിളായിട്ടുള്ള ഐ മേക്കപ്പാണ്, അത്രയേ ഉള്ളൂ. പിന്നെ ഐ മേക്കപ്പ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ബ്ലെൻഡിങ് മേക്സ് ഇറ്റ് പെർഫെക്റ്റ്. എത്രത്തോളം നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐസ് കിട്ടും. നമ്മുടെ സിമ്പിൾ ഐ ഷാഡോ ലുക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ ഫേസ് സെറ്റ് ചെയ്യാൻ പോവാണ്. ബേസ് മേക്കപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ പ്രൈമർ, ഇത് റെനയുടെ സ്റ്റുഡിയോ ഫിക്സ് പ്രൈമർ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അത് ഞാൻ എൻ്റെ പോഴ്സിൻ്റെ ആ ഭാഗത്തൊക്കെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് നല്ലൊരു കിടിലൻ പ്രൈമർ ആട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫൗണ്ടേഷനാണ്, എൻ്റെ ഷാലറ്റ് ടിൽബറിയുടെ ഫൗണ്ടേഷനാണ് ഞാൻ ലൈറ്റായിട്ട് എടുക്കുന്നുള്ളൂ. ഡോട്ട് ചെയ്തിട്ട് ഫുൾ കൈ വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്യുന്നത്. എൻ്റെ ടൂൾസ് ഉണ്ട് എങ്കിലും കൈ വെച്ച് ബ്ലെൻഡ് ചെയ്താൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. കൈ വെച്ച് നല്ലോണം ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാനൊരു ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ട് ഒന്നും കൂടിയും സെറ്റ് ചെയ്യും. നല്ലോണം ബ്ലെൻഡ് ചെയ്ത് ഈക്വലി കഴുത്തിലും ചെവിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഒരേ ടോണാക്കി മാറ്റും. ശരിക്കും ഈ ഫൗണ്ടേഷൻ നല്ല ഹൈ കവറേജ് ഉള്ള ഫൗണ്ടേഷനാണ്. കൺസീലറിൻ്റെ ആവശ്യമില്ല. എന്നാലും ഞാൻ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് കൺസീലർ വീണ്ടും എൻ്റെ പിഗ്മെൻറ്റഡ് ഏരിയാസിൽ മാത്രം ഞാനൊന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യും.
അഗെയിൻ ഫസ്റ്റ് ഞാൻ കൈവച്ചാണ് ബ്ലെൻഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ ടച്ചിന് വേണ്ടിയിട്ട് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുവേ. എൻ്റെ ഭയങ്കര ഓയിലി സ്കിന്നാണ്. എപ്പോഴും മേക്കപ്പ് ഇട്ടാലും ഇല്ലെങ്കിലും എൻ്റെ ടീ സോണില്ലേ അവിടെ എപ്പോഴും ഓയിലി ആവും. അതുകൊണ്ട് ഞാൻ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് നല്ലോണം സെറ്റ് ചെയ്യാറുണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്തേക്കുന്ന ലാക്മിയുടെ ഒരു കോമ്പാക്ട് പൗഡറാണ്. അത് വെച്ചിട്ട് ഞാൻ നല്ലോണം ബേസ് സെറ്റ് ചെയ്തു. അപ്പോൾ ബേസ് നമ്മുടെ ഓക്കെ ആയി. ഇനി നമുക്ക് ബാക്കി വെച്ച ഐ മേക്കപ്പിലോട്ട് കിടക്കാം. ഞാൻ നന്നായിട്ട് ലാക്മിയുടെ അല്ലല്ലോ, ഇത് മെബലിൻ്റെ കാജലാണ്, മെബലിൻ്റെ കാജൽ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ടൈറ്റ് ലൈനും വാട്ടർ ലൈനും നന്നായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സെയിം മെബലിൻ്റെ തന്നെ കൊളോസൽ റേഞ്ചിലുള്ള ഐലൈനർ വെച്ചിട്ട് നന്നായിട്ട് വാലിട്ട് കണ്ണെഴുതുന്നുണ്ടേ. സെയിം എന്നിട്ട് മെബലിൻ്റെ തന്നെ ആ സെയിം റേഞ്ചിലുള്ള മസ്കാര വെച്ചിട്ട് നല്ലോണം മുകളിലത്തെ ലാഷിലും താഴത്തെ ലാഷിലും നന്നായിട്ട് മസ്കാര അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് 2-3 കോട്ട്സ് ഇടാം. പക്ഷേ ഇത് തിങ് ഇസ്, ഒരു കോട്ട് ഇട്ടതിന് ശേഷം ഒരു 10 to 15 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തിട്ട് അടുത്ത കോട്ട് ഇടാം. അപ്പം നന്നായിട്ട് വോളിയൂമും ലെങ്ത്തും ഉള്ളതുപോലെ നമുക്ക് തോന്നും. ഇതൊക്കെ ഞാൻ പരീക്ഷിച്ചൊക്കെ എനിക്ക് വർക്കൗട്ട് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് ഞാൻ പറയണത്. അങ്ങനെ നമ്മുടെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആയി. ഫുൾ ഫിനിഷ്ഡ് ലുക്കാണിത്. ഇനി അടുത്തതാണ് മൈ ഫേവറേറ്റ് പാർട്ട്, ബ്ലഷ്. ബ്ലഷ് ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കവിളത്ത് മാത്രമല്ല മൂക്കത്തും നെറ്റിയിലും പിന്നെ ഈ താടിയുടെ ഭാഗത്തൊക്കെ ബ്ലഷ് അപ്ലൈ ചെയ്യും. ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യുന്നത് കൈകൊണ്ട് തന്നെയാണ്. എന്നിട്ട് ഞാൻ ഓൾറെഡി ഫൗണ്ടേഷനൊക്കെ ബ്ലെൻഡ് ചെയ്ത ബ്യൂട്ടി ബ്ലെൻഡർ ഇല്ലേ, അത് വെച്ചിട്ട് ഒന്നുകൂടി ഫൈനലായിട്ട് ബ്ലെൻഡ് ചെയ്യും. അപ്പം നമുക്ക് ഉള്ളിൽ നിന്നുള്ളൊരു ചകപ്പില്ലേ, നല്ല ചുവന്ന് തുടുത്ത കവിള് പോലെ നമുക്ക് തോന്നും. അപ്പം ഞാൻ ആ സെയിം ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യും. എന്നിട്ട് ഞാൻ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാണ്. ഇത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാർസിൻ്റെ ഹൈലൈറ്റർ പാലറ്റാണ്. അതിലൊരു റോസ് ഗോൾഡ് ഷെയ്ഡിലുള്ള ഒരു ഹൈലൈറ്റർ എടുത്തിട്ടാണ് ഞാൻ നോസ് പോയിൻ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ എൻ്റെ ചീക്സിൻ്റെ മുകളിലത്തെ പൊസിഷനും പിന്നെ ഐബ്രോയുടെ അവിടെയും ഞാൻ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഞാനൊരു കാര്യം മറന്നുപോയി, ഐബ്രോ ഡിഫൈൻ ചെയ്യാനായിട്ട് മറന്നുപോയി, ഐബ്രോ എഴുതാൻ മറന്നുപോയി. അത് ഞാൻ ലാസ്റ്റ് ചെയ്യാട്ടോ. സോ ഹൈലൈറ്റർ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഐബ്രോ എഴുതാണ്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഐബ്രോ പെൻസിലാണ്. ജസ്റ്റ് 60 rupees ഉള്ളൂ. പക്ഷേ കിഡു ഐബ്രോ പെൻസിലാണ്. ഇത് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലാണ് കേട്ടോ. നന്നായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ ഐബ്രോ എഴുതി നമ്മുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി ഞാനിത് നൈക്കയുടെ മഹാറാണി നമ്പർ 2 ഷെയ്ഡാണ് ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും എന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ്. പക്ഷേ അത്ര ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല. നമ്മളൊരു കുറച്ച് ഫുഡ് കഴിച്ചാൽ തന്നെ അത് മാഞ്ഞു പോകും. പക്ഷേ ഐ ഡോണ്ട് മൈൻഡ് റീ അപ്ലൈയിങ് ഇറ്റ്. നല്ല അടിപൊളി ഷെയ്ഡാണ്. നല്ല ഫെസ്റ്റിവൽ കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. നല്ല നമ്മുടെ ഫേസൊക്കെ ഒന്ന് പോപ്പപ്പ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഒക്കെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്കൊരു പൊട്ടും കൂടി വെച്ച് കൊടുത്താൽ മതി. ഞാനൊരു റെഡ് ബിന്ദിയാണ് തൊടുന്നത്. കണ്ട, പൊട്ട് തൊട്ടപ്പോൾ തന്നെ ഫേസിലൊരു ഭയങ്കര ഡിഫറൻസ് ആയില്ലേ. ഞാൻ ഹെയർ സ്റ്റൈൽ ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഹെയർ പാർട്ടീഷൻ എടുത്തിട്ട് 2 സൈഡിൽ നിന്നും കുറച്ച് മുടി എടുത്ത് ബാക്ക് സൈഡിലേക്ക് ക്ലിപ്പ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഫ്രണ്ടിലേക്ക് പോണിടൈൽ കെട്ടി. ഫ്രണ്ടിലേക്ക് എല്ലാ മുടി എടുത്തിട്ട് പോണിടൈൽ കെട്ടിയിട്ട് അത് 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു. മെടയല്ല ചെയ്തത്, ജസ്റ്റ് ഇങ്ങനെ പിരിച്ച് കൊടുത്തിട്ട് തെറ്റത്തൊരു ബണ്ണിട്ടേക്കാണ്. അത്രേ ഉള്ളൂ, സിമ്പിളായിട്ട്. ബട്ട് ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഹെയർ സ്റ്റൈൽ ഞാൻ ട്രൈ ചെയ്തതാണ്. ഞാൻ പറയണതിൽ കൂടുതൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫേക്ക് ഫ്ലവേഴ്സ് ആണ്. എനിക്ക് കടയിൽ പോയി മുല്ലപ്പൂ വാങ്ങാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. സമയം ഉണ്ടായിരുന്നില്ല എന്നല്ല, മടിയായിരുന്നു. എന്നിട്ട് ജസ്റ്റ് ആ പൂവ് ഞാൻ നമ്മൾ ഫസ്റ്റ് പോണി കെട്ടിയില്ലേ, ആ ബാൻഡിൻ്റെ ചുറ്റോടായിട്ട് ജസ്റ്റ് വെച്ചു. അത്രേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കിയോ എന്നൊരു സംശയമില്ലാതില്ല. പക്ഷെ ഞങ്ങൾക്ക് എന്തായാലും വീഡിയോ കാണാൻ മനസ്സിലാവും. Trust me guys.
സോ മുടിയിലുള്ള കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി എൻ്റെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഫൈനൽ ലുക്ക് കണ്ടാലോ? യെസ്, ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക്. ഞാൻ കമ്മലൊരു ജുമുക്കയാണ്, ഇതൊരു ആൻറ്റിക് കൈൻഡ് ഓഫ് ജുമുക്കയാണ്, ഒരു മീഡിയം സൈസിലുള്ളത്. പിന്നെ പാലക്ക മാലയാണ്. കയ്യിൽ 2 കൈയിലും നിറച്ച് മെറൂൺ കളർ വളയിട്ടിട്ടുണ്ട്. എനിക്ക് വളയിടാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഇതൊരു ധാവണി സെറ്റാണേ. ഒരിക്കൽ കൂടി എൻ്റെ അഡ്വാൻസ് ഹാപ്പി ഓണം. ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റാ.